ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തമിഴ്നാട് ഫുഡ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഈ പൊള്ളാച്ചി, പാലക്കാട് കഴിഞ്ഞ് നമ്മൾ പൊള്ളാച്ചിയോ പഴനിയോ മധുരയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ റൂട്ടുകളിൽ നമുക്ക് ഒരുപാട് നല്ല ഹോട്ടൽസ് ഒന്നും കാണാൻ കിട്ടില്ല. നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ സൈൻ ബോർഡുകളൊക്കെ കാണാൻ തുടങ്ങി. കോയമ്പത്തൂർ, തിരുപ്പതി എന്നൊക്കെ പറഞ്ഞ കുറേ ബോർഡുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അങ്ങനെ നമ്മൾ പൊള്ളാച്ചി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു ഹോട്ടലൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. നല്ല വാഷ്റൂം യൂസ് ചെയ്യാനും റെസ്റ്റ് എടുക്കാനും പിന്നെ നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി അമൃത സുരഭി എന്ന് പറഞ്ഞ ഒരു പുതിയ ഹോട്ടലാണ് തോന്നുന്നു. കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇറങ്ങാനും ഒന്ന് അതിൽ കൂടി നടക്കാനും ഒരു നല്ല ഫുഡ് കഴിക്കാനും ഒക്കെ തോന്നുന്ന നല്ല ആംബിയൻസും നല്ല വൈബും ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ അമൃത സുരഭി. നല്ലൊരു കോമ്പൗണ്ടൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് നല്ല പനയൊക്കെ വെച്ച് ഒരു അറേബ്യൻ ലുക്കിലൊക്കെ നല്ല ഗാർഡനൊക്കെ ആയിട്ട് നല്ല വൃത്തിയും നല്ലൊരു ലുക്കും നല്ലൊരു ആംബിയൻസും ഉള്ളൊരു സ്ഥലം കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് വണ്ടി നിർത്താൻ തോന്നും. കുറേ നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാനും എന്തെങ്കിലും ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ കുറേ വെറൈറ്റി ഹണി എന്നൊക്കെ പറഞ്ഞ് കുറേ ഹണികളൊക്കെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഉണ്ട്. ഈ സൈഡിലേക്ക് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രി നമുക്ക് അപ്പോൾ തന്നെ കാണാം കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ബേക്കറി ഐറ്റംസ്, കുറേ ജിലേബി, ലൈവായിട്ട് കുറേ ജിലേബികൾ, കുറേ അറബിക് സ്വീറ്റ്സും അങ്ങനെ കുറേ ഈ ലഡു, ജിലേബി അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവരുടെ ടുഡേയ്സ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് നവരത്ന പുലാവ്, മിക്സഡ് വെജ് ജാൽ ഫ്രൈസ്, ഇങ്ങനെ കുറേ വെജിറ്റേറിയൻ ഡിഷുകളുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി കയറിയപ്പോഴും അതെ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം, നല്ല എ സി, നല്ല നീറ്റായിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഉള്ളിലിങ്ങനെ അവർ കുറേ ഗാർലിക് നാനും ഈ വെജ് ജെൽ ഫ്രൈസിങ് ഇതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പനീർ പൈനാപ്പിൾ ടിക്ക, പിന്നെ നമ്മുടെ സിംഗപ്പൂർ ചോപ്സി, ഇങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഡിഷസും ഒന്ന് എന്താണെന്ന് മനസ്സിലാൻ വേണ്ടി ഓരോ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൺഡേസ് മെനു ആണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ബൺ പൊറോട്ട. ബൺ പൊറോട്ട നമ്മൾ ഈ തമിഴ്നാടിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റാണല്ലോ. ബൺ പൊറോട്ടയും അതിൻ്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് അവർ മഷ്റൂം മസാലയും ഈ കേടും, നമ്മുടെ തൈര് പിന്നെ ഈ തമിഴ്നാട്ടിലോ അതുപോലെ കർണാടകയിലൊക്കെ പോയാൽ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നമുക്ക് ഈ തൈര് സാലഡ് കിട്ടും. നമ്മൾ കേരളത്തിൽ അത് അത്ര കോമൺ അല്ലെങ്കിലും ശരിക്കും കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനുമാണ് ഈ തൈരൊക്കെ ബാക്കി കറിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ കേട്ടോ. ഇതാണ് ഇവരുടെ ബൺ പൊറോട്ട. ചില സ്ഥലത്ത് ചെറിയ ഡിസ്ക് പോലെ ആയിരിക്കും, ഇത് അത്യാവശ്യം കുറച്ചും കൂടി വട്ടമൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് തിക്നെസ് കൂടുതലാണ്. നമ്മുടെ നോർമൽ പൊറോട്ടയെക്കാളും തിക്കാണ് കേട്ടോ ഇത്. ഈ മഷ്റൂമിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കോംബോ ആയിട്ട് വരുന്നതാണ്. ഇവിടെ പ്രൈസും വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഈ തൈരും പിന്നെ ഈ മഷ്റൂം മസാലയും രണ്ടും കൂടി ഒന്ന് ഈ പൊറോട്ടയുടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല പൊറോട്ടയാണ്, നല്ല ഇടിച്ചിങ്ങനെ പദം വരുത്തിയിട്ടുണ്ട്. ആദ്യം ഇവർ ഈ ബൺ പൊറോട്ടയും നോർമൽ പൊറോട്ടയും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ ഈ ബൺ പൊറോട്ട എണ്ണയിൽ ഏകദേശം കുറേ എണ്ണയിൽ മുക്കിയാണ് പൊരിക്കുക. മഷ്റൂമിൻ്റെ പീസസ് കണ്ടില്ലേ, നല്ല മഷ്റൂം പീസസൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഈ മഷ്റൂം മസാല ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഇത് എണ്ണയിൽ പൊരിച്ചിട്ടാണ് സാധാരണ ബൺ പൊറോട്ട ഉണ്ടാക്കുക. ഇത് പൊരിച്ചതിൻ്റെ ശേഷം എടുത്തിട്ട് വീണ്ടും ഇവർ ഇടിച്ചിട്ട് നല്ല ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റാണ്. നോർമൽ പൊറോട്ടയേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഫ്ലഫി ആയിട്ട് തോന്നി കേട്ടോ. മഷ്റൂം മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അതും ആ തൈരും കൂടിയൊക്കെ ഒന്ന് മിക്സ് ആക്കിയ പൊറോട്ടയുടെ കൂടെ കഴിക്കണം, അപ്പോൾ നല്ല പൊളി സാധനമാണ് കേട്ടോ. പിന്നെ നമ്മൾ സിംഗപ്പൂർ ചോപ്സി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാൻ വിചാരിച്ചാൽ അതൊന്ന് ഓർഡർ ചെയ്തു. ഈ സിംഗപ്പൂർ ചോപ്സി എന്ന് പറഞ്ഞാൽ ഈ ഫ്രൈഡ് ന്യൂഡിൽസ് ആണ് കേട്ടോ. ഈ ന്യൂഡിൽസ് ഭയങ്കര സോഫ്റ്റ് അല്ല, ഇങ്ങനെ കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ട് ഒരു പപ്പടം പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ പക്ഷേ ആ ഗ്രേവി നന്നായി അടിയിലേക്ക് ഫുള്ള് ഗ്രേവിയാണ്. ആ ഗ്രേവിയൊക്കെ ആയിട്ടൊന്ന് മിക്സാക്കി ഒന്ന് കഴിച്ച് നോക്കണം, കുഴപ്പമില്ല. കുറച്ച് ക്രിസ്പിനെസ് കുറച്ച് നല്ലോണം ഉണ്ട്, പക്ഷേ ഒന്നുകൂടി ന്യൂഡിൽസ് ഒന്നുകൂടി സോഫ്റ്റ് ന്യൂഡിൽസ് കഴിച്ച് ശീലിച്ചതുകൊണ്ടായിരിക്കും എന്താ കുറച്ചും കൂടി സോഫ്റ്റ് ആവായിരുന്നു എന്നൊക്കെ തോന്നല്. പക്ഷേ ഇത് സംഭവം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഈ ഫ്രൈഡ് ന്യൂഡിൽസാണ് ഇതിൽ ഇവരിടുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ ആയിട്ട് നന്നായി മിക്സ് ആയപ്പോൾ ആ ന്യൂഡിൽസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ്, അപ്പോൾ നല്ല ടേസ്റ്റും തോന്നി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഇപ്പം നല്ലോണം ഗ്രേവിയിലൊക്കെ നന്നായി മസാല പിടിച്ച് ആ ചോപ്സി, ഇപ്പോൾ സിംഗപ്പൂർ ചോപ്സി ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. അങ്ങനെ ചുറ്റും ഒരു ഫുള്ളി കക്കരിക്കൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടാണ് തന്നിരുന്നത് കേട്ടോ. അങ്ങനെ നിറയെ കറിയുണ്ട്, നല്ല ഗ്രേവി അടിയിൽ ഒരുപാട് കിടക്കണ്ടായിരുന്നു. അതിൽ കൂടി ഫുള്ള് മിക്സാക്കി അങ്ങനെ കംപ്ലീറ്റ് കഴിച്ചു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടോ. ഇതാണ് ക്യാരറ്റ് ഹൽവ. ക്യാരറ്റ് ഹൽവ വിത്ത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം.
അതിൽ ഫുൾ നട്ട്സ്, പിസ്തയും കാഷ്യൂവും ബദാമും ഒക്കെ നിറയെ എടുത്തിട്ട് നല്ല റിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള ക്യാരറ്റ് ഹൽവയും അതിൻ്റെ മുകളിൽ നല്ല തണുത്ത ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും. അങ്ങനെ ഈ ചൂടും തണുപ്പും കൂടിയുള്ള കോംബോ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഫ്രൈഡ് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ ചൂടും തണുപ്പും ഒരുമിച്ച് കഴിക്കാം, നല്ല രസമായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ പിന്നെയും കാണുക ക്യാരറ്റ് ഹൽവയുടെ കൂടെ വാനില ഐസ്ക്രീമാണ്. ഇവിടെ ബട്ടർ സ്കോച്ചും അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നിറയെ നട്ട്സൊക്കെ ഇട്ട് നല്ല റിച്ച് ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി സാധനം. അപ്പോൾ പക്ഷേ ഇവിടുത്തെ റേറ്റ് ആണെങ്കിൽ വളരെ ആവറേജ് ആണ് കേട്ടോ. ഇത്രയും ഞങ്ങൾ 2 പേര് കഴിച്ചിട്ട് ആകെ 567 റുപ്പീസാണ് നമുക്ക് ആയത്. 2 സെറ്റ് ബൺ പൊറോട്ട കഴിച്ചു, പിന്നെ ഈ സിംഗപ്പൂർ ചോപ്സി കഴിച്ചു, പിന്നെ നമ്മളെ ഈ നല്ല റിച്ച് ആയിട്ടുള്ള ഡെസേർട്ടൊക്കെ കഴിച്ചു. അതിൻ്റെ പുറത്ത് കണ്ടോ കുറേ ബക്ലാവുകളും കുറേ ബർഫികളും മൈസൂർ പാക്കും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇവർ തന്നെ ഇവിടെ ലൈവായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ജിലേബി അങ്ങനെ ചുട്ടിട്ടിട്ടുണ്ട്, എണ്ണ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഷുഗർ സിറപ്പ് ഉണ്ട് കേട്ടോ, ജിലേബി വെക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇത് ബോളിയാണ്, നമ്മൾ ഈ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടൂലേ അടപ്പായസത്തിൻ്റെ കൂടെ കിട്ടുന്ന പരിപ്പ് കൊണ്ടുള്ള ദാലിൻ്റെ ബോളിയാണ് ഈ മഞ്ഞ കളറുള്ളത്. മറ്റേത് അവർ പറഞ്ഞത് കോക്കനട്ട് ഫില്ലിംഗ് ഉള്ള കോക്കനട്ട് ബോളിയാണ്. 2 ബോളി ഇവർ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഈ മധുരയിലേക്കോ പഴനിയിലേക്കോ ഒക്കെ പോകുന്നവർക്ക് ഈ പൊള്ളാച്ചിയിൽ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാനും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും ഇനി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങണമെങ്കിൽ അത് വാങ്ങി പോകാനും പറ്റിയൊരു സ്ഥലമാണിത്.